ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ മേടിച്ച പുതിയൊരു പെറ്റിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ അമ്മൂട്ടി പോയതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങളുടെ അടുത്ത് പറയും വേണമല്ലോ അമ്മൂട്ടി പോയ വിവരം, അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ആ വീഡിയോയ്ക്ക് താഴെ പല പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഉണ്ടായിരുന്നു. ആ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ മൃഗങ്ങളെ, പ്രത്യേകിച്ച് പട്ടികളെ നമ്മളിൽ ഒരാളായിട്ട് സ്നേഹിക്കുന്ന ആളുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കൂടുതലും പേര് മൃഗങ്ങളെ വളർത്തുന്നത്, പ്രത്യേകിച്ച് പട്ടിക്കുട്ടികളെ വളർത്തുന്നത് വീട്ടിലൊരു ലാഭം അല്ലെങ്കിൽ വീടിൻ്റെ ഒരു കാവൽ അത്രമാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു പട്ടിയായിട്ട് തന്നെ കണ്ടുകൊണ്ട് വളർത്തുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഈ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ നമ്മളിൽ ഒരാളായിട്ട് സ്നേഹിക്കുന്ന ആളുകളുണ്ടെന്ന് എനിക്ക് ബോധ്യമായിട്ടോ. അപ്പോൾ അമ്മൂട്ടീനെ ഇപ്പോൾ ഞാനൊരു പുതിയ പപ്പീനെ മേടിക്കണം എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പപ്പീനെ മേടിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് ഞങ്ങളുടെ അമ്മൂട്ടിക്ക് പകരമാവില്ല കേട്ടോ. അത് ഞാൻ എടുത്ത് പറയുകയാണ്. അപ്പോൾ അതിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, നിങ്ങളുടെ അമ്മൂന് പകരമാവുമോ ഒരു പുതിയ പപ്പീനെ മേടിച്ചാന്നുള്ളത്. പക്ഷെ ഒരിക്കലും ഇല്ല, ഞങ്ങളുടെ അമ്മൂട്ടിക്ക് പകരമാവില്ല. ഒരാൾക്ക് പകരം ഒരാൾക്ക് ആവാൻ സാധിക്കില്ലല്ലോ. ഒരാളെപ്പോലെ കുറേ പേരുണ്ടെങ്കിലും സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരാളെപ്പോലെ ഒരാൾ തന്നെ. ഒരാൾക്ക് പകരം വയ്ക്കാൻ മറ്റൊരാൾക്ക് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അമ്മൂന് പകരമാവില്ല. പുതിയൊരു പപ്പീനെ മേടിച്ചു. ഇപ്പം ഞങ്ങൾ പുതിയൊരു പപ്പീനെ മേടിച്ചു. പക്ഷെ അവൾ ഒരിക്കലും ഞങ്ങളുടെ അമ്മൂട്ടിയെ പോലെ ആവില്ല. ഞാൻ അവളെ മേടിച്ചത് ഞങ്ങളുടെ അമ്മൂനെ പോലെ തന്നെ സ്നേഹിക്കാൻ, അമ്മൂന്ന് തന്നെ വിളിക്കാൻ ഉദ്ദേശിച്ചാണ് പുതിയൊരു പപ്പീനെ മേടിച്ചത്. പക്ഷേ എൻ്റെ അനിയൻ പറഞ്ഞു, വേണ്ട, നമുക്ക് അങ്ങനെ അമ്മൂൻ്റെ പേരിൽ അമ്മു മാത്രം മതി. നമ്മുടെ അമ്മൂട്ടിയെ പോലെ നമ്മുടെ അമ്മൂട്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ അമ്മൂട്ടിയുടെ പേരിൽ വിളിക്കണ്ട, ഇവളെ നമുക്ക് ഇവ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അവൻ. അപ്പോൾ അവൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഇവ എന്നാണ് കേട്ടോ അവളെ വിളിക്കുന്നത്. അപ്പോൾ അവളുടെ വീട്ടുകാർ അവളെ വേറൊരു പേരാണ് വിളിച്ചിരുന്നത്. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പേരിലാണ് വിളിക്കുന്നത്. അമ്മൂനെ പിന്നെ നമുക്ക് അങ്ങനെ പറ്റിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മൂനെ 9 മാസമായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോഴത്തേനും അവളുടെ പേരൊക്കെ അവൾ പഠിച്ചെടുത്തു. പിന്നെ നമ്മൾ വേറൊരു പേരിലേക്ക് വിളിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ പേര്, ആ ഒരു പേര് 9 മാസത്തോളം അവൾ ആ ഒരു പേരിലാണ് അറിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പേരിൽ തന്നെയാണ് ഞങ്ങളും വിളിച്ചത്. അമ്മു എന്ന് തന്നെ ഞങ്ങളും വിളിച്ചു. അപ്പോൾ ഇവൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 40 ദിവസം കഴിഞ്ഞു. കറക്റ്റ് ഏകദേശം 40 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അവൾക്ക് 37 ദിവസമായപ്പോഴാണ് നമ്മൾ അവളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവൾ കുഴപ്പമില്ല കേട്ടോ. അവളുടെ അമ്മയുടെ ഫസ്റ്റ് പ്രസവത്തിൽ ഉണ്ടായിരുന്ന 4ാമത്തെ കുട്ടിയാണ് നമ്മുടെ ഇവയുടെ അച്ഛൻ ചാമ്പ്യനാണ്. അപ്പം അമ്മുവിനേക്കാൾ കുറച്ചുകൂടി, അമ്മു എന്ന് പറയുന്ന ഒരു മീഡിയം ക്വാളിറ്റി ലേബർ ഡോഗ് ആയിരുന്നു. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ക്വാളിറ്റിയാണ്, ഫസ്റ്റ് ക്വാളിറ്റി, ഏകദേശം ഫസ്റ്റ് ക്വാളിറ്റിക്ക് പോലെ ഉള്ളൊരു ഡോഗാണ് ഇപ്പം നമ്മൾ കൊണ്ടുവന്നത് നമ്മുടെ കേട്ടോ. അപ്പോൾ ആള് നല്ല ആക്റ്റീവാണ്. പകൽ ഫുള്ള് കളിയാണ്. അവൾ കുഞ്ഞാണെങ്കിൽ പോലും വീട്ടിലൊരു സാധനം നശിപ്പിക്കില്ല. നമ്മുടെ വീട്ടിൽ തുണികളായിക്കോട്ടെ, ചെരുപ്പായിക്കോട്ടെ, ചവിട്ടികളായിക്കോട്ടെ, ഒന്നും അവൾ നശിപ്പിക്കില്ല. നമ്മുടെ വീട്ടിൽ ഞങ്ങളുടെ ഒരു റോട്ട് വീലർ ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ ഞങ്ങൾ 20 ദിവസമുള്ളപ്പോൾ കൊണ്ടുവന്നതാണ്. അന്ന് കൊണ്ടുവന്ന മുതൽ നമ്മൾ അകത്തിട്ടപ്പോഴൊക്കെ അവൾ സകല സാധനങ്ങളും നശിപ്പിക്കുക, അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഒന്നും നശിപ്പിക്കില്ല. അവൾക്ക് കൂടുതൽ ടോയ്സ് എടുത്ത് കളിക്കാനാണ് ഇഷ്ടം. എനിക്ക് ചെറിയൊരു മോനുള്ളത് കൊണ്ട് അവൻ്റെ കളിപ്പാട്ടങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അവൾക്ക് കൂടുതലും കളിപ്പാട്ടങ്ങൾ ബോളാണ് ഇഷ്ടം. അപ്പോൾ അവൾ കൂടുതലും സമയം ബോൾ തട്ടി കളിച്ച് അങ്ങനെ വീട്ടിൽ അമ്മയുടെ കൂടെ അല്ലെങ്കിൽ അനിയൻ്റെ കൂടെയൊക്കെ കളിച്ചിട്ടാണ്. ആൾ നല്ല ആക്റ്റീവാണ് കേട്ടോ. നല്ല ഭയങ്കര എനർജിയാണ് ആൾക്ക്. ഫുൾ ടൈം ആൾക്ക് കളിയാണ്. രാത്രി ഒരു 8 മണി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ച് ആൾ കിടന്നുറങ്ങും. രാവിലെ 4:30 ആകുമ്പോഴത്തേനും എണീക്കും. കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി കുട്ടീനെ. അപ്പം ഒരിക്കലും ഞങ്ങളുടെ അമ്മൂട്ടിയെ പോലെ, അമ്മൂട്ടിയുടെ പകരമാവില്ല അവൾ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ കൂട് പണിതപ്പോൾ നമ്മുടെ അമ്മൂട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു. അമ്മൂട്ടി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഒരു കൂട് പണിത്. നമുക്കൊരു കൂടുണ്ടായിരുന്നു, സാധാരണ ഒരു ഇരുമ്പിൻ്റെ കൂടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ റോട്ട് വീലറിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മൂട്ടിക്ക് വേണ്ടിയാണ് ആ ഒരു 2 കള്ളിയുള്ള കൂട് അവൾക്ക് വേണ്ടിയാണ് പണിത്. ഒരു കള്ളിയിൽ നമുക്ക് ഒരു 4 പട്ടീനെ എങ്ങനെ പോയാലും ഇടാം. 4 അല്ലെങ്കിൽ ഒരു 3 പട്ടീനെ എങ്ങനെ പോയാലും നമുക്കൊരു കള്ളിയിലിടാം. അപ്പോൾ അത്രയും വലിയ കൂട് അവൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു 2 കള്ളിയുള്ള കൂട് അവൾക്ക് വേണ്ടി പണിതതാണ്. പക്ഷേ അവളതിൽ കുറച്ച് ഏകദേശം ഒരു 5-6 കൊല്ലത്തോളം അവൾ ആ കൂട്ടിലുണ്ടായിരുന്നു. കൂട് പണിതതിന് ശേഷം 5-6 കൊല്ലം ആ കൂട്ടിലുണ്ടായിരുന്നു നമ്മുടെ അമ്മൂട്ടി. പക്ഷെ അമ്മൂട്ടി പോയെന്ന് കരുതി ആ കൂട് നമ്മൾ വെറുതെ ഇടാൻ പാടില്ലല്ലോ. അമ്മൂട്ടിയുടെ ശരീരമല്ലേ നമ്മളെ വിട്ടു പോയിട്ടുള്ളൂ. അവളുടെ ഓർമ്മകൾ ഞങ്ങൾ മരിക്കുവോളം ഞങ്ങളുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഇപ്പോഴും എൻ്റെ അമ്മ പറയും, അമ്മ രാവിലെ 5 മണിയാകുമ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ അകത്ത് കെട്ടി അവൾ അകത്ത് നമ്മളിങ്ങനെ അകത്ത് കുറച്ച് നാൾ ഇട്ടിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ പോലും
പോലും അമ്മ എണീക്കുമ്പോൾ അമ്മയുടെ കൂടെ എണീറ്റ് അമ്മയുടെ ഒപ്പം വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൂടി അമ്മയുടെ ഒപ്പം പുറത്തേക്ക് വരുമായിരുന്നു അവള്. അപ്പം ഇപ്പോഴായാലും അമ്മ പറയും എപ്പോഴും, അമ്മ രാവിലെ എണീക്കുമ്പോൾ അമ്മ വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അമ്മൂട്ടി കൂട്ടിൽ എണീറ്റിരിക്കും. ഇപ്പോഴും അമ്മ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ രാവിലെ എണീറ്റ് അടുക്കളയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ അമ്മൂട്ടീനെ കാണാം. അങ്ങനെയാണ് നമ്മൾ അമ്മൂട്ടീനെ അടക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം അമ്മയ്ക്ക് കറക്റ്റ് അവിടെ നിന്ന് നോക്കി കാണാൻ പറ്റും. അമ്മയ്ക്ക് ഇപ്പോഴും വിഷമമാണ്, അമ്മയ്ക്കല്ല എല്ലാവർക്കും വിഷമമാണ്. അമ്മയ്ക്കും അച്ഛനും ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ വീട്ടിലൊരു പുതിയൊരു പപ്പീനെ മേടിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ അച്ഛന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അച്ഛൻ പറഞ്ഞു മേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതെന്താ അച്ഛൻ അങ്ങനെ, നമ്മുടെ അമ്മൂട്ടി പോയെങ്കിലും നമ്മൾ ആ കൂട് വെറുതെ ഇടാൻ പാടില്ല, നമുക്ക് പുതിയൊരു പപ്പീനെ മേടിക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ തീർത്തും പറഞ്ഞു വേണ്ട, എൻ്റെ വീട്ടിലേക്ക് ഇനി ഒരു പട്ടീനെ വേണ്ട എന്ന് പറഞ്ഞു. അച്ഛൻ ഉള്ളത് ഒരെണ്ണത്തിനെ മര്യാദയ്ക്ക് ഇനി നോക്കുക, അല്ലാണ്ട് പുതിയൊരെണ്ണത്തിനെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കലും നമ്മൾ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടല്ലല്ലോ, നമ്മൾ നോക്കാതെ പോയതല്ലല്ലോ നമ്മുടെ അമ്മൂട്ടിക്ക് ഹാർട്ടിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് ഡോക്ടർ പറഞ്ഞൊരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അവളുടെ നെർവ്സിന് ബലം കുറഞ്ഞു. അതാണ് ഡോക്ടർ പറഞ്ഞൊരു കാരണം. പ്രായമായതിനെ തുടർന്ന് ഏകദേശം 10 വയസ്സ് ഇപ്പോൾ അവൾ ഉണ്ടെങ്കിൽ 2 ആഴ്ചയും കൂടി കഴിഞ്ഞ് അവളുടെ ബർത്ത്ഡേ ആണ്, 10ാം വയസ്സ് പൂർത്തിയാവും അവൾക്ക്. അപ്പോൾ അവൾക്ക് നെർവ്സിന് ബലം കുറഞ്ഞു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്തു. പിന്നെ ഡോക്ടറെ ഇടയ്ക്ക് നമ്മൾ വാക്സിൻ എടുക്കാൻ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവൾ ഓവർ വെയിറ്റ് ആണ്, അപ്പോൾ തടി കുറയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്തു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒന്നും കഴിക്കില്ല. ഭക്ഷണത്തിൽ അത് ചേർത്ത് കൊടുത്താലും അവളത് കഴിക്കില്ല, അത് മാറ്റി വയ്ക്കും. അവൾക്ക് കൂടുതലും ഇഷ്ടം ലിവറാണ്. എന്നാൽ വേറെ നോൺ ഐറ്റംസ് ഒന്നും അവൾ കഴിക്കില്ല. മുട്ടയാണെങ്കിൽ പോലും അവൾക്ക് തന്നെ കഴിക്കാനാണ് ഇഷ്ടം. മുട്ടയായാലും മീനായാലും ചോറിൻ്റെ കൂടെ അവൾക്ക് എപ്പോഴും ചോറുണ്ടെങ്കിൽ ലിവർ മസ്റ്റാണ്. അത് മാത്രമേ അവൾ കഴിക്കായിരുന്നുള്ളൂ. ആ ഒരു ശീലം നമ്മൾ തന്നെ പഠിപ്പിച്ചെടുത്തതാണ്. നമ്മളെന്താ വെച്ചാൽ അവളുടെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോൾ അവൾ നന്നായി മെലിഞ്ഞു. അപ്പോൾ അച്ഛന് ഭയങ്കര വിഷമമായി. അങ്ങനെ നമ്മൾ അന്ന് തൊട്ട് അവൾക്ക് ഇന്ന് വരെ മരിക്കുന്നതിൻ്റെ തലേദിവസം വരെ നമ്മൾ ഈ സംഭവം ഇട്ട് ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷെ അവൾ കഴിച്ചില്ല കേട്ടോ. മരിക്കുന്ന ആ 2 ദിവസം മുന്നേ വരെ അവൾ ഭക്ഷണം കഴിച്ച്, ആ ഒരു 2 ദിവസം അവൾ തീരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പം അതുവരെ നമ്മൾ അവൾക്ക് ലിവർ തന്നെയാണ് കൊടുത്തിരുന്നത്. അത് ഉണ്ടെങ്കിൽ അവൾ ചോറുണ്ണുള്ളൂ. നമുക്ക് അവൾ ചോറുണ്ണാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അമ്മൂട്ടീനെ അങ്ങനെയാണ് നോക്കിയിരുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ മേടിക്കണ്ടെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാരണം, നമ്മുടെ വീട്ടിലൊരാളായിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ പട്ടിയായിട്ട് അവളെ കണ്ടിട്ടില്ല. അച്ഛൻ അവളെ വിളിച്ച്, അമ്മ പറഞ്ഞു, ഞാൻ കണ്ടില്ല, അമ്മ പറഞ്ഞൊരു കാര്യമാണ്, അമ്മ മോളെ എന്ന് ഉറക്കെ വിളിച്ചിട്ടാണ് അച്ഛൻ കരഞ്ഞത്. അപ്പം അവള് അച്ഛനും അമ്മയ്ക്കും ഒരു മോള് തന്നെയായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ സ്നേഹിച്ചിട്ട് കൊണ്ട് നടന്നതല്ലേ. അപ്പം അച്ഛൻ പറയാം, ആ ഒരു ജീവനില്ലാത്ത ശരീരം എടുത്ത് കൊണ്ട് പോകുമ്പോൾ അത് എൻ്റെ നെഞ്ച് പൊട്ടിയത് എനിക്കല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് ഇനിയൊരു പട്ടീനെ അങ്ങനെ മേടിച്ച് നമ്മൾ ജീവന് തുല്യം സ്നേഹിച്ച് പിന്നെ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്നൊരു വേദന, അത് ചിലപ്പോൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഇനി എനിക്ക് അങ്ങനെ അനുഭവിക്കാൻ വയ്യ, വേണ്ട എന്ന് പറഞ്ഞു അച്ഛൻ. പക്ഷെ എനിക്കറിയാം അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് എന്താണെന്ന്. ഒരു പട്ടിക്കുട്ടീനെ കണ്ട, അതൊരു നാടൻ പട്ടി ആയിക്കോട്ടെ, അവരുടെ മനസ്സലിഞ്ഞു പോവും. അപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരിക്കലും വേണ്ടാന്ന് അവർ പറയില്ല എന്ന് എനിക്കും എൻ്റെ അനിയനും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും അനിയനും അങ്ങനെ പട്ടിയുടെ ഫോട്ടോ കണ്ടു. അപ്പം ഞാനിങ്ങനെ ഒരു കുട്ടിയായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവൾ അഡ്രസ്സും ലൊക്കേഷനൊക്കെ അയച്ചു തന്നു. അങ്ങനെ എൻ്റെ അനിയൻ അവിടെ പോയി പട്ടിക്കുട്ടീനെ കണ്ടു, അവന് ഇഷ്ടമായി. പട്ടിക്കുട്ടീനെ നമ്മൾ മേടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അവരെ അമ്മേനെയും അച്ഛനെയും ഒക്കെ നോക്കിയും കണ്ടിട്ട് വേണമല്ലോ മേടിക്കാനായിട്ട്. അല്ലാണ്ട് ഒരിക്കലും പപ്പിയായിട്ട് മേടിക്കരുത്. അങ്ങനെ മേടിച്ച് നമുക്ക് പണി കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പത്തിലെ എല്ലാ പട്ടികളെയും കാണുമ്പോൾ ഏകദേശം നല്ല ക്യൂട്ടായിട്ടിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോഴും അവരുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ മാറി വരിക. അപ്പം നമ്മളെപ്പോഴും അവരെ പേരൻസിനെ കണ്ടിട്ട് വേണം മേടിക്കാൻ. പേരൻസിനെ കണ്ട് നമുക്ക് ബോധ്യമായിട്ട് വേണം മേടിക്കാനായിട്ട്. പ്രത്യേകിച്ച് അവരുടെ അമ്മേനെ കണ്ടിട്ട്, അമ്മപ്പട്ടീനെ കണ്ട് ബോധ്യമായിട്ട് വേണം മേടിക്കാനായിട്ട്. അപ്പോൾ അവൻ വീട്ടിൽ പോയി അമ്മപ്പട്ടീനെയൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളുടെ യുവക്കുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇതേ അച്ഛനും അമ്മയും ഒരു കുട്ടിയെ കൊഞ്ചിക്കുന്ന പോലെ അവളെ കൊഞ്ചിച്ച് നോക്കി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അകത്ത് തന്നെയാണ് അവൾ, കുഞ്ഞല്ല, അവളെ കൂട്ടിൽ തന്നെ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ അകത്ത് തന്നെ ഇട്ടിട്ടാണ് ഇപ്പോൾ കൊണ്ട് നടന്ന് വളർത്തുന്നത്. ഇപ്പോൾ
അപ്പോൾ കൊണ്ടുവന്ന കുറച്ച് ദിവസം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും ഇറക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഫുള്ള് എല്ലാ കാര്യങ്ങളും അകത്ത് തന്നെയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ അവൾക്ക് പഠിപ്പിച്ച് കൊടുക്കണം. അവൾക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ എല്ലാ കാര്യങ്ങളും അകത്ത് തന്നെയാണ്. പുറത്തേക്ക് മഴയില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും കുറച്ച് ടൈം എടുത്തിട്ടായാലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അവൾ വരും. ഇപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കുഴപ്പമുള്ളൂ. ആൾ നല്ല ഉഷാറാണ് കേട്ടോ. നമ്മുടെ അമ്മൂട്ടിയെ പോലെ ആവാൻ പറ്റുമോയെന്ന് അറിയില്ലെങ്കിലും നമ്മുടെ അമ്മൂട്ടിക്ക് പകരാവാൻ ഒരിക്കലും അമ്മൂട്ടി ആവാൻ ഒരിക്കലും അവൾക്ക് പറ്റില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഒക്കെ പഠിപ്പിച്ചെടുത്ത് നമുക്ക് നല്ലൊരു മിടുക്കിയായിട്ട് അവളെ കൊണ്ട് വളർത്തണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവയെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഈ കൊച്ചു കുടുംബം, എൻ്റെ ചാനൽ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കുടുംബമാണ്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് വ്യൂസും ഒന്നുമില്ല. അപ്പം നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ടും നിങ്ങളുടെ ഓരോരുത്തരെയും ഓരോ കമൻറ്റുകളും ലൈക്കുകളൊക്കെയാണ് കേട്ടോ ഓരോ യൂട്യൂബേഴ്സിനും മുന്നോട്ടുള്ള വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.